ഹായ് ഓൾ, നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ഡിസ്കസ് ചെയ്യാം. സ്റ്റാർട്ടിങ് ഞാൻ ഡേ ചാർട്ട് വെച്ചാണ് നോക്കുന്നത്. അതിന്റെ റീസൺ കറന്റ് ഈ ഒരു ഡേ ചാർട്ട് ഓരോ ഡേയും സൈഡ് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ഡേ വന്ന ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് 3 ക്യാൻഡിൽ സെയിം ലെവലിൽ വരുന്നു. അതിനുശേഷം അതിന്റെ ഹൈയും ലോയും സ്വീപ്പ് ചെയ്തൊരു ക്യാൻഡിൽ വരുന്നു. അതിന്റെ ഉള്ളിലായിട്ടാണ് ഇന്നലെയും ഇന്നുമായിട്ട് പ്രൈസ് നിൽക്കുന്നത്. ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്, റേഞ്ച് ആണ്. അതിന്റെ മീനിങ് സ്കാൽപ്പിങ്ങിന് മാത്രമായിരിക്കും ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആവുന്നത് വരെ സ്കാൽപ്പിംഗ് മാത്രമായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതും ലോട്ട് സൈസ് കുറച്ച് മാത്രമേ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാനും പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രാഡേയിൽ പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സപ്ലൈ സോണും ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ഇവിടെ സപ്ലൈ ആൻഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു സോണിൽ ഇതുവരെയും പ്രൈസ് എത്തിയിട്ടില്ല, റിയാക്ഷൻ വന്നിട്ടില്ല. ഇനിയും ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബിയറിഷ് മൊമെന്റ് നോക്കി നമുക്ക് ഡൗൺ സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ല ഇത്. ഇവിടെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് 4654, 4640. ഇതൊരു മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് അല്ല, ബട്ട് ഒരു സ്മോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സോണിനെ സ്വീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് താഴെ വന്നൊരു ബുള്ളിഷ് മൊമെന്റ് കാണിക്കുകയോ ചെയ്താൽ ചെറിയ ലോട്ട് സൈസിൽ ഒരു ബൈയും പ്ലാൻ ചെയ്യാം. ആസ് ഓഫ് നൗ 30 മിനിറ്റിൽ വീണ്ടും ഒരു കൺസോളിഡേഷൻ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ആരും ട്രേഡ് ചെയ്യാതെ ഇരിക്കുക. അതൊരു റേഞ്ച് ആണ്, അതൊരു കൺസോളിഡേഷൻ ആണ്. ബൈ ചെയ്താലും സെല്ലിട്ട് കഴിഞ്ഞാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് ബ്രേക്ക് ആയതിനു ശേഷം മാത്രം ട്രേഡ്സ് എടുക്കുക. ആ ഡേയിലെ റേഞ്ച് ബ്രേക്ക് ചെയ്തതിനു ശേഷം മാത്രം ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹാവ് സേഫ് ട്രേഡ്. ആ ഒരു റേഞ്ച് ബ്രേക്ക് ആയതിനു ശേഷം മാത്രം ലോട്ട് സൈസ് നോക്കി ട്രേഡ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക.